നമസ്കാരം. KS മെൻറ്ററിൻ്റെ മെയിൻസ് ടോപ്പിക് ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം പേപ്പർ 1 പാർട്ട് ബിയിലാണ് വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു പോർഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കാരണം വേൾഡ് ഹിസ്റ്ററിയിലെ തന്നെ ഒരുപാട് ഇൻസിഡൻസിനെ ഷേപ്പ് ചെയ്തെടുത്ത അല്ലെങ്കിൽ അതിന് പ്രീക്കസറായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നോക്കുകയാണെങ്കിൽ എന്താണ് കൊളോണിയലിസം, എന്താണ് ഇമ്പീരിയലിസം? ഒരേ അർത്ഥത്തിൽ പലരും മാറി മാറി യൂസ് ചെയ്യുന്ന 2 ടേമുകളാണ് ഈ കൊളോണിയലിസവും ഇമ്പീരിയലിസവും എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. കൊളോണിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെ പോയി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊളോണിയലിസം നടത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണല്ലോ, വേറൊരു റീജിയനാണ്. ഈ സ്ഥലത്ത് വന്നിട്ട് അവരവരുടെ അധികാരം സ്ഥാപിക്കുകയും ഡയറക്റ്റ് ആയിട്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പോവുകയുമാണ് ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത്. ഇതിനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. സോ കോളനി എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ മെട്രോപൊളിറ്റൻ സ്റ്റേറ്റിൻ്റെ, അതായത് ആരാണോ കൊളോണിയലിസം നടത്തുന്നത് ആ മെട്രോപൊളിറ്റൻ സ്റ്റേറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്നാണ് കൊളോണിയലിസത്തിൽ പറയുന്നത്. ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഇത് കൊളോണിയലിസം എന്ന് പറയുന്ന സംഭവം ലോകത്ത് എക്സിസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം അത് നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന പുതിയൊരു രീതിയിലേക്ക് മാറി. നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ കുറച്ചുകൂടെ കൂടിയ വെർഷനാണ്. കൊളോണിയലിസം ഗ്ലോബലൈസേഷനിലൂടെയും ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ അതിന് സംഭവിക്കുന്ന ആ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ ആ ഒരു പുതിയ ഫോമിനെയാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. അതേസമയം ഇമ്പീരിയലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പീരിയലിസത്തിൽ ഡയറക്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന സംഭവമില്ല. ഇൻഡയറക്റ്റ് കൺട്രോൾ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പ്ലോയിറ്റേഷനെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതായത് മറ്റൊരു രാജ്യത്തിന് മുകളിൽ പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടും അതുപോലെ മറ്റേതെങ്കിലും രീതിയിലുമൊക്കെ ഈ പറയുന്ന രീതിയിൽ കൺട്രോൾ കൊണ്ടുവരികയും ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു ഐഡിയയാണ്. അതിൻ്റെ പ്രാക്ടീസാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇതാണ് ഇമ്പീരിയലിസവും കൊളോണിയലിസവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഡയറക്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ്, മറ്റേത് ഇൻഡയറക്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ് എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഓർത്തിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ കൊളോണിയലിസം അല്ലെങ്കിൽ നിയോ കൊളോണിയലിസം, ഇമ്പീരിയലിസം ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇത് ലോകത്ത് ഉയർന്നു വരാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ കൊളോണിയലിസം? ഒരു രാജ്യത്തു നിന്ന് ആളുകൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി അവരെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എക്സ്പ്ലോയിറ്റ് ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് കോസസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്, വ്യാവസായിക വിപ്ലവം. നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കെട്ടിടത്തിനാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഒരു സെറ്റപ്പിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയുടെ ഉള്ളിലേക്ക് നമ്മളൊരു സംഭവം കൊടുക്കണം. അതെന്താണ്? അതാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അസംസ്കൃത വസ്തുക്കൾ. ഈ റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയിലൂടെ കടന്നു പോയി കഴിഞ്ഞ് ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞ് ഇൻഡസ്ട്രിയുടെ പുറത്തേക്ക് വരുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടാണ്. സോ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 സംഭവങ്ങൾക്ക് ഒരു സ്ഥലം ആവശ്യമാണ്. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് റോ മെറ്റീരിയൽ ഉള്ളൊരു സ്ഥലം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി ഇൻഡസ്ട്രിക്ക് അകത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 2, നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്സ് എല്ലാം വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് വേണം. ഇത് 2 റീജിയൻസ് ആണ് അല്ലെങ്കിൽ സ്ഥലങ്ങളാണ്, ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. സോ ഈ സ്ഥലങ്ങൾ നമ്മുടെ കൺട്രോളിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ റോ മെറ്റീരിയൽസ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ ധനം അല്ലെങ്കിൽ പൈസ നഷ്ടം വരുന്നൊരു സംഭവം വരും. പക്ഷേ ഈ റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്ന സ്ഥലം നമ്മുടെ അധികാരപരിധിയിലുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, നേരിട്ട് അവിടെ നിന്ന് പോയി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. സോ അതുകൊണ്ട് ഈ റോ മെറ്റീരിയൽസിന് വേണ്ടി കുറേ സ്ഥലങ്ങളെ ഇവരുടെ കോളനികളാക്കി മാറ്റി. ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ കോട്ടൺ പോലെയുള്ള സാധനങ്ങളൊക്കെ പ്രധാനമായിട്ട് ജൂട്ട്, കോട്ടൺ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടുന്ന് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചൈനയിൽ നിന്നാണെങ്കിൽ പഞ്ചസാര, ടീ പോലെയുള്ള സാധനങ്ങൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള റോ മെറ്റീരിയൽസ് ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതുണ്ടാക്കിയ സാധനങ്ങൾ ലോകത്തിൻ്റെ പല സാധനങ്ങളും കൊണ്ടുപോയി വിൽക്കണം. ഈ വിൽക്കുന്ന സ്ഥലങ്ങളും ഇവരുടെ കോളനികളാണെങ്കിൽ അവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് തോന്നിയ വിലയ്ക്ക് തോന്നിയ സ്ഥലത്ത് കൊണ്ടുപോയി ഇവർക്ക് വിൽക്കാൻ പറ്റും. സോ അതുകൊണ്ടും കൂടെ ഇവർ കോളനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈ കൊളോണിയലിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോസ് ആണെന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസിനും മാർക്കറ്റിനും വേണ്ടി ഇവർ സ്ഥലങ്ങളെ കൈപ്പിടിയിൽ കൊടുക്കാൻ തുടങ്ങി. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് യൂറോപ്യൻ പൊളിറ്റിക്സ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വഴിതിരിച്ചു വിടാൻ ഈ കൊളോണിയലിസം കാരണമായി. നമുക്കറിയാം യൂറോപ്പിൽ ഡിഫറെൻറ്റ് പവേഴ്സ് ഉണ്ടായിരുന്നു. യൂറോപ്യൻ പവേഴ്സ് മാത്രമല്ല, അമേരിക്ക ഉണ്ടായിരുന്നു.
ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇവർ അവരുടെ ഈ പറയുന്ന എക്കണോമിക് ബെനിഫിറ്റ്സിനും ഇവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പരസ്പരം മത്സരങ്ങളും പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് യൂറോപ്പിനുള്ളിൽ നിൽക്കാതെ അത് യൂറോപ്പിന് വെളിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗ്ഗമായിട്ടും ഈ കൊളോണിയലിസത്തെ അവർ കണ്ടു. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്യുന്നത്. ആഫ്രിക്ക എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് അടി നടന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവരുടെ കൊളോണിയൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആഫ്രിക്കയെ സ്വന്തമായിട്ട് അങ്ങ് പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് എക്സ്റ്റൻഷൻ ഓഫ് യൂറോപ്യൻ പൊളിറ്റിക്സ് ഇൻ അതർ കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് നാഷണൽ ഗ്ലോറി എന്ന് പറഞ്ഞാൽ നാഷണലിസവും അതുപോലെ തന്നെ അൾട്രാ നാഷണലിസം എന്ന് പറയുന്ന തിയറി ഉണ്ടായിരുന്നു. തങ്ങളുടെ രാജ്യം മാത്രം വളർന്നാൽ മതി, തങ്ങളുടെ രാജ്യമാണ് ഏറ്റവും വലുത്, ഞങ്ങളുടെ രാജ്യം ഏറ്റവും വലിയ സൂപ്പർ പവർ ആവണം, ആ രീതിയിലുള്ള അംബീഷനും കാര്യങ്ങളൊക്കെ പൊളിറ്റീഷ്യൻസിനും അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി അവരുടെ രാജ്യത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇവർ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും അതിനെ കോളനികളാക്കി മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളോണിയലിസത്തിൽ. ഇവരുടെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഇവരെ അതത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ സഹായിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള റീജിയൻസ് ഇവർ പിടിച്ചെടുക്കുകയും ചെയ്ത് കൊളോണിയലിസത്തിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അംബീഷ്യസ് മിലിറ്ററി ഓഫീസേഴ്സിന് അവരുടെ ശക്തി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ശക്തി തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് അവർ കുറേ സ്ഥലങ്ങളെ കീഴ്പ്പെടുത്തി. അതുപോലെ തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, റീജിയൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈജിപ്തിലെ സൂയസ് കനാൽ പണിത സ്ഥലം, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലുള്ള മലാക്ക സ്ട്രൈറ്റ് ഉള്ള സ്ഥലം, അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം, ഇപ്പോൾ ഇത്ര സ്ഥലങ്ങളൊക്കെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള റീജിയൻസ് ആണ്. ഈ റീജിയൻസ് ആര് കൈകാര്യം ചെയ്യുന്നോ ആ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും ഒരു സൂപ്പർ പവറായിട്ട് വളർന്നു വരുന്നത്. സോ ആ ഒരു ഐഡിയയുടെ കാര്യത്തിലും ഈ പറയുന്ന രീതിയിൽ ഇവർ കൊളോണിയലിസം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് ഓർത്തിരിക്കുക. സോ ഇതൊക്കെയായിരുന്നു കൊളോണിയലിസം അല്ലെങ്കിൽ നിയോ കൊളോണിയലിസം, അതിനുശേഷം വന്ന് ഇമ്പീരിയലിസം ഒക്കെ വളർന്നു വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കൊളോണിയലിസം ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബെർലിൻ ആഫ്രിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കോഴ്സസിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. ഈ പറയുന്ന രീതിയിൽ യൂറോപ്യൻ പൊളിറ്റിക്സിനെ പുറത്തേക്ക് എത്തിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബെർലിൻ ആഫ്രിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്നുമല്ല, ആഫ്രിക്ക റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു റീജിയൺ ആയിരുന്നു. അപ്പോൾ ആഫ്രിക്കയിലെ ഏത് റീജിയൻസ് ഏത് യൂറോപ്യൻ പവേഴ്സിൻ്റെ കീഴിൽ വരണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ യൂറോപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് തീരുമാനിക്കാൻ വേണ്ടി 84-85 നടന്നിട്ടുള്ള ഒരു കോൺഗ്രസ് ആണ് ബെർലിൻ ആഫ്രിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ആഫ്രിക്കയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഇതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആഫ്രിക്കയെ വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് അതിൻ്റെ ഒരു ബെറ്റർ എക്സാമ്പിളാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ പല നെഗറ്റീവ് എഫക്ട്സും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ ഇതുമൂലം ഉണ്ടായി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ട്രൈബൽ നേച്ചറിലായിരുന്നു അവിടുത്തെ രാജ്യങ്ങളും രാജ്യ അതിർത്തികളും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ ഒന്നും വകവയ്ക്കാതെ സിർഫ് പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് അംബീഷൻസിന് വേണ്ടി മാത്രം ആഫ്രിക്കയെ അവർ കീറി മുറിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അന്ന് ആരംഭിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നും ആ ഭൂഖണ്ഡത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇതുപോലെ ആഫ്രിക്കയിൽ മാത്രമല്ല ഏഷ്യയിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഈ പറയുന്ന രീതിയിലുള്ള ഈ അവരുടെ അംബീഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളും കൊളോണിയലിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇതാണ് കൊളോണിയലിസത്തെയും ഇമ്പീരിയലിസത്തെയും കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്രിക്കയുടെ കാര്യം ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഓർക്കുക. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും 3 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം? നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. കൊളോണിയലിസം ഇമ്പീരിയലിസം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊളോണിയലിസത്തെക്കുറിച്ചും ഇമ്പീരിയലിസത്തെക്കുറിച്ചും നമുക്കറിയാവുന്ന ആ ഒരു 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതാം. കൊളോണിയലിസം എന്താണ്? ഡയറക്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ കോളനി ഫോർ എക്കണോമിക് ബെനിഫിറ്റ്, എ പ്രാക്ടിക്കൽ വേ. അവർ ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് കോളനി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇമ്പീരിയലിസം? പൊളിറ്റിക്കൽ, എക്കണോമിക് ഓർ മിലിറ്ററി കൺട്രോൾ ഓവർ എ കോളനി, an idea to drive the practice. ആദ്യത്തെ സെൻറ്റൻസിൻ്റെയും അവസാനത്തെ സെൻറ്റൻസിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ആ സംഭവം എന്ന് പറയുന്നതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. ആ ഐഡിയ പ്രാക്ടിക്കലാക്കുന്നത് കൊളോണിയലിസം എന്ന് പറയുന്ന സംഭവത്തിലാണ്. സോ ഇതിനെ ഇങ്ങനെ 2 സെൻറ്റൻസ് എഴുതുകയും അതിനെ കണക്ട് ചെയ്യുകയോടെ ചെയ്ത് കഴിയുമ്പോൾ 2 മാർക്കിൻ്റെ ഈ ചോദ്യം പൂർണ്ണമായി. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. കോസസ് ബിഹൈൻഡ് ദ റൈസ് ഓഫ് ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം വെർ മാനിഫോൾഡ്, എക്സ്പ്ലെയിൻ. ഇമ്പീരിയലിസത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ളതാണ്.
അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. നമുക്കറിയാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൊളോണിയലിസവും ഇമ്പീരിയലിസവും വളർന്നു വന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരു കാരണമാണ്. റോ മെറ്റീരിയൽസിന് മാർക്കറ്റിന് വേണ്ടി ഒരു റീജൻസി പിടിച്ചടക്കാൻ തുടങ്ങി. എക്സ്റ്റൻഷൻ ഓഫ് യൂറോപ്യൻ പൊളിറ്റിക്സ് ഇൻ അതർ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നാഷണൽ ഗ്ലോറിക്കും അൾട്രാ നാഷണലിസത്തിനും വേണ്ടി ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിനും രാഷ്ട്രീയക്കാരുടെ തൃപ്തിക്കും വേണ്ടി അവർ ലോകത്തിലെ പല രാജ്യങ്ങളും പിടിച്ചടക്കാൻ തുടങ്ങി. ക്രിസ്ത്യൻ മിഷണറീസ് അവരുടെ ഈ പറയുന്ന മിഷണറി ആക്ടിവിറ്റീസിന് വേണ്ടി ഈ പറയുന്ന രീതിയിലുള്ള റീജിയൻസിലേക്ക് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസേഴ്സ് അവരുടെ പവർ കാണിക്കുന്നതിന് വേണ്ടി ഇത്തരം സ്ഥലങ്ങളെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. അതുപോലെ തന്നെ അവസാനം റീജിയൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഈ കാര്യങ്ങളൊക്കെ വളർന്നു വന്നത് കൊണ്ടാണ് കൊളോണിയലിസവും ഇമ്പീരിയലിസവും ഈ പറയുന്ന രീതിയിൽ ഉണ്ടായി വന്നത് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ഓരോ പോയിന്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ പോയിന്റുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ഓർക്കുക. ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രഷൻസ് ലൈക്ക് മാനിഫെസ്റ്റ് ഡെസ്റ്റിനി ആൻഡ് വൈറ്റ് മാൻസ് ബർഡൻ ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ജസ്റ്റിഫൈങ് സം ഹിസ്റ്റോറിക്കൽ മിസ്റ്റേക്സ് ക്രിട്ടിക്കലി അനലൈസ്. 10 മാർക്കിൻ്റെ ചോദ്യമാണ്. കുറച്ച് വലിയ ചോദ്യമാണ്. ആ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് എന്തിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ഒരു സർഫേഷ്യൽ സ്റ്റഡി നടത്തിയ ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കുറച്ച് വളഞ്ഞ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. മാനിഫെസ്റ്റ് ഡെസ്റ്റിനി ആൻഡ് വൈറ്റ് മാൻസ് ബർഡൻ, ഈ 2 ടേമുകൾ കൊളോണിയലിസത്തെയും ഇമ്പീരിയലിസത്തെയും കുറിച്ചുള്ള ടേമുകളാണ്. മാനിഫെസ്റ്റ് ഡെസ്റ്റിനി, വൈറ്റ് മാൻസ് ബർഡൻ മുതലായ ടേമുകൾ ഉപയോഗിച്ചിരുന്നത് കൊളോണിയലിസം ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആക്ടിവിറ്റി ആയിരുന്നെങ്കിലും കൊളോണിയലിസം എക്സ്പ്ലോയിറ്റേഷൻ ആക്ടിവിറ്റി അല്ല, മറ്റു കോണ്ടിനെൻറ്റുകളിലുള്ള അല്ലെങ്കിൽ മറ്റു റീജിയണിലുള്ള ആളുകളെ സിവിലൈസ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ചില നല്ല പരിപാടിയാണ് എന്ന് ഈ കൊളോണിയൽ ഇമ്പീരിയൽ പവറുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ടേമുകളാണ് ഈ വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയിൽ, ഇപ്പോഴത്തെ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവിടുത്തെ വെസ്റ്റേൺ ഇന്ത്യയിൽ മാത്രമായിരുന്നു കോളനീസ് ഉണ്ടായിരുന്നത്. അത് എക്സ്പാൻഡ് ചെയ്ത് അവിടുത്തെ റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ പുറത്താക്കി അങ്ങനെ ആ എൻ്റയർ US എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോർത്തേൺ അമേരിക്കൻ ഏരിയ ഇവർ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് ഞങ്ങളുടെ ഡെസ്റ്റിനിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. സോ ഇത്തരം ടേമുകൾ കാണുമ്പോൾ അത് കൊളോണിയലിസവും ഇമ്പീരിയലിസവുമായി ബന്ധപ്പെട്ട ടേമാണെന്ന് മനസ്സിലാക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്ത് എഴുതും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കൊളോണിയലിസത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ ഫേക്ക് ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ബ്രോഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മുടെ മാർക്ക് കളയുകയും അതേപോലെ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് പ്രോപ്പറായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പക്ഷേ എന്താണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. ഇതിൽ ഏത് എഴുതണം എന്നുള്ള ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്? ഒന്ന് കൊളോണിയലിസത്തെക്കുറിച്ചാണ്. പക്ഷേ കൊളോണിയലിസത്തിൻ്റെ ജസ്റ്റിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുത്ത് എഴുതേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയലിസം അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിൻ്റെ റോങ് ഡൂയിങ്സിനെ അല്ലെങ്കിൽ മിസ്റ്റേക്സിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ച ടേമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് എഴുതും? ഇൻട്രൊഡക്ഷനിൽ ഈ പറയുന്ന സംഭവത്തെക്കുറിച്ച് എഴുതുക അല്ലെങ്കിൽ ഈ ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് എഴുതുക. കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ബീയിങ് ഫിനോമിനൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ വെയർ ഓൾവേസ് ജസ്റ്റിഫൈഡ് യൂസിങ് എക്സ്പ്രഷൻസ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ടേമുകൾ വന്നുകൊണ്ടിരുന്നത്. ബട്ട് വെർബൽ ജസ്റ്റിഫിക്കേഷൻസ് നെവർ അക്കൗണ്ടഡ് ഫോർ ദ റോങ്സ് ഡൺ ഇൻ ദ പാസ്റ്റ്. നമ്മൾ പാസ്റ്റിൽ ചെയ്ത തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ള വെർബൽ ജസ്റ്റിഫിക്കേഷൻസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല. നമുക്ക് വെറുതെ പറയാം, വെർബലി പറയാമെന്നല്ലാതെ ഒരിക്കലും ആ തെറ്റുകളെ ഇവർ ന്യായീകരിച്ചിരുന്നു എന്നല്ല, തെറ്റുകളെ ഒരിക്കലും അത് ശരിയാക്കിയിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുക. ഇനി നമ്മൾ ബോഡിയിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യും? ഈ പറയുന്ന രീതിയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് മാനിഫെസ്റ്റ് ഡെസ്റ്റിനിയുടെയും വൈറ്റ് മാൻസ് ബർഡൻ്റെയും ഭാഗമായിട്ട് അവർ നടത്തിയത്? ഇതുകൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ അതോ വെർബൽ ജസ്റ്റിഫിക്കേഷൻ മാത്രമാണോ നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ബോഡിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ എന്താണ് ഈ 2 ടേമുകളെന്ന് ആദ്യം എഴുതുക. മാനിഫെസ്റ്റ് ഡെസ്റ്റിനി വാസ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ വെസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ഇൻ നോർത്തേൺ അമേരിക്ക വൈൽ കില്ലിംഗ് ലാക്സ് ഓഫ് ഇൻഡിജിനസ് റെഡ് ഇന്ത്യൻസ്. അവരെ കൊന്നുകൊണ്ട് വെസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ നടത്തിയപ്പോഴാണ് അതിനെ മാനിഫെസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞത്. White man's burden explained the duty of white people to civilize the uncivilized people of East and Africa. ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്തും, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ ഏഷ്യൻ പ്രദേശങ്ങളിലും ആഫ്രിക്കൻ പ്രദേശങ്ങളിലുമുള്ള ആളുകളെല്ലാം അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ സിവിലൈസ് ചെയ്യിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കൊളോണിയലിസോ ഇമ്പീരിയലിസോ നടത്തുന്നത് എന്ന് പറയുന്നതിനെയാണ് വൈറ്റ് മാൻസ് ബർഡൻ. വൈറ്റ് ആയിട്ടുള്ള അതായത് വെള്ളക്കാരുടെ അവരുടെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് അവരുടെ ഭാരം തോളത്തെടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിനാണ് വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്നത്. സോ ബൈ ദീസ് എക്സ്പ്രഷൻസ് ദേ വെയർ ഗിവിങ് എ ഫേക്ക് പിക്ചർ ഓഫ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. പക്ഷേ നടത്തിക്കൊണ്ടിരുന്നത് എന്താണ്? എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. സോ ഇനി നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ദ ടേം മാനിഫെസ്റ്റ് ഡെസ്റ്റിനി ഓൺലി വർക്ക്
for the destiny of the imperial powers. It never cared about the destiny of poor red Indians. സോ മാനിഫെസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരാണോ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന അവരുടെ ഡെസ്റ്റിനിയെ കുറിച്ച് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഒരിക്കലും ആ പൂർ റെഡ് ഇന്ത്യൻസിനും ഒരു ഡെസ്റ്റിനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല, അവർക്കും ഒരു ചില റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നില്ല. വൈറ്റ് പീപ്പിളിൻ്റെ ഡെസ്റ്റിനി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിവിലൈസിങ് മിഷൻ എന്ന് പറയുന്നത് മോഡേൺ പൊളിറ്റിക്സ് കൊണ്ടും മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടും ക്രിസ്ത്യാനിറ്റി കൊണ്ടും കൾച്ചറൽ ഇൻ്റഗ്രേഷൻ കൊണ്ടും ഒക്കെ ആളുകളെ സിവിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സിവിലൈസേഷൻ എന്നുള്ളത് അവർ തന്നെ ഡിഫൈൻ ചെയ്യുകയാണ്. ഞങ്ങളെ യൂറോപ്പിൽ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ എന്ത് ചെയ്യുന്നോ അതാണ് സിവിലൈസേഷൻ. ബ്രൗൺ സ്കിന്നും ബ്ലാക്ക് സ്കിന്നും ഉള്ള ആളുകൾ ചെയ്യുന്നത് ഒന്നും സിവിലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതുകൊണ്ട് അവരെ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത്. സോ അതൊരു ഫോഴ്സ്ഫുൾ കൺവേർഷനാണ് ഈ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഐഡിയ കൊണ്ട് തന്നെ. എന്ന് പറഞ്ഞാൽ ഐഡിയ തന്നെ റോങ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം പറയാം. പിന്നെ ഇവർ സിവിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുന്നത്. ഈ സിവിലൈസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇവരെ ശരിക്കും ആളുകളെ സിവിലൈസ് ചെയ്തോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ പിന്നീട് എഴുതുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റംസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹാവ് ദ കൺട്രോൾ ഓവർ എക്കോണമി ആൻഡ് പ്രൊഡക്ഷൻ ബട്ട് നോട്ട് ഫോർ പൊളിറ്റിക്കൽ അവയർനെസ്. അവർ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ഓരോ കോളനിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആളുകൾക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റിക്രൂട്ട് വർക്കേഴ്സ് ഫോർ ലോ പേയിങ് ജോബ്സ് ആൻഡ് ടു സ്ട്രെങ്തൻ ദ മാർക്കറ്റ് ഫോർ യൂറോപ്യൻ മെയ്ഡ് പ്രോഡക്ട്സ്. അതായത് കുറഞ്ഞ ശമ്പളത്തിൽ ജോലിക്ക് ആളുകളെ കിട്ടാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു കഴിയുമ്പം ഇംഗ്ലണ്ടിലെ കൾച്ചറിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആളുകൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ മാർക്കറ്റിനെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് മോഡേൺ എഡ്യൂക്കേഷൻ അവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൂന്നാമത് പറയുന്നത് കൾച്ചറൽ ഇൻ്റഗ്രേഷനെ കുറിച്ചാണ്. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ വാസ് നെവർ ഡൺ ബിക്കോസ് വൈറ്റ് പീപ്പിൾ ഹാഡ് ദ ഐഡിയ ഓഫ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ റേസസ്. നിങ്ങളെ കൾച്ചറലി സിവിലൈസ് ചെയ്യിച്ച് ഞങ്ങളുടെ കൾച്ചർ പോലെ ആക്കാനാണെന്ന് അവർ പറഞ്ഞാലും നമ്മൾ എത്രത്തോളം കൾച്ചറലി നമ്മൾ ഇമ്പ്രൂവ് ആയിരുന്നാലും ഒരിക്കലും വൈറ്റ് പീപ്പിളിൻ്റെ അതേ ലെവലിൽ ഇവർ നമ്മളെ അല്ലെങ്കിൽ കോളനിയിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതും ഒരു നുണയായിരുന്നു അല്ലെങ്കിൽ ഒരു പൊള്ളവാദമായിരുന്നു എന്നുള്ള കാര്യം നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യുക. സോ ഇവർ ഇതൊക്കെ പറഞ്ഞിരുന്നു, ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചിരുന്നത് ഇതാണ്, പക്ഷേ ശരിക്കും നടന്നത് ഇതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞിരുന്ന ആ സംഭവമല്ല, ഫേക്ക് ഐഡിയാസ് ആയിരുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യേണ്ടത്. സോ എന്ന കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ദ എക്സ്പ്രഷൻ ഇറ്റ് സെൽഫ് വെയർ മെയ്ഡ് ഫോർ ബ്യൂട്ടിഫൈങ് ദ റോങ് ഡൂയിങ്സ്. ഇവരുടെ തെറ്റുകളെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്സ്പ്രഷൻസ് അവർ യൂസ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ വെർബൽ പർപ്പസസ് ആൻഡ് ദ ഐഡിയ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ എക്സ്പ്രഷൻസ് വെയർ നെവർ ഇംപ്ലിമെൻറ്റഡ് ഇൻ പ്രാക്ടീസ്. അവരൊരിക്കലും ആരുടെയും ഡെസ്റ്റിനി അവർ മാനിഫെസ്റ്റ് ചെയ്തിരുന്നില്ല, ആരെയും ഇവർ സിവിലൈസ് ചെയ്തിട്ടുമില്ല, വെറുതെ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളതാണ്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ലാസ്റ്റ് സെൻറ്റൻസ് ചെയ്താൽ നോ എക്സ്പ്രഷൻസ് ക്യാൻ ജസ്റ്റിഫൈ ദ റോങ്സ് ഡൺ ആസ് പാർട്ട് ഓഫ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ബിക്കോസ് ദേ വെർ യൂസ്ഡ് ഓൺ പർപ്പസ് ആൻഡ് വെർ നെവർ ഇംപ്ലിമെൻറ്റഡ്. വെറുതെ ഒരു ഫേക്ക് ഐഡിയോളജി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവർ ഇത്തരം എക്സ്പ്രഷൻസ് യൂസ് ചെയ്തത്, പക്ഷെ ഒരിക്കലും ഇവർ പറഞ്ഞ രീതിയിൽ ഇത് ഒരിടത്തും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് കറക്റ്റായിട്ട് എന്താണോ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഉത്തരത്തിൽ ഇൻക്ലൂഡ് നമ്മൾ ചെയ്തിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് മുതലായ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അത്തരം ടോപ്പിക്കുകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്